Hello, welcome back to my channel, Law Simplified by me. This is the third part of John Rawls' theory of justice. The central idea of Rawls' philosophy is that justice should be understood as fairness. Society must be organized according to principle that free and rational persons would agree upon under fair conditions. ജോൺ റോൾസിൻ്റെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് ജസ്റ്റിസ് എപ്പോഴും ഫെയർനെസ് ആയിരിക്കണം. ജസ്റ്റിസ് എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് ഫെയർനെസ് എന്ന രീതിയിലാണ്. സൊസൈറ്റി മസ്റ്റ് ബി ഓർഗനൈസ്ഡ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഫ്രീ ആൻഡ് റാഷണൽ. ഫ്രീയും റാഷണലുമായി ജനങ്ങൾക്ക് എങ്ങനെ ഒരു നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ അതേപോലെ വേണം സൊസൈറ്റി ഓർഗനൈസ് ആവാൻ. Rawls argued that principle of justice should not depend on birth, social status, wealth, religion, talent or power. Instead, just institutions must ensure that citizens cooperate on terms that everyone can reasonably accept. റോൾസ് പറയുന്നത് ജസ്റ്റിസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഒരാളുടെ ബർത്തിനെയോ സോഷ്യൽ സ്റ്റാറ്റസിനെയോ വെൽത്തിനെയോ റിലീജിയനെയോ ടാലൻറ്റ് അല്ലെങ്കിൽ പവറിനെയോ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആയിരിക്കാൻ പാടില്ല. പകരം എങ്ങനെയായിരിക്കണം? ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് എൻഷുർ ദാറ്റ് സിറ്റിസൺസ് കോപ്പറേറ്റ് ഓൺ ടേംസ് ദാറ്റ് എവ്രി വൺ ക്യാൻ റീസണബിളി ആക്സെപ്റ്റ്. ജസ്റ്റിസ് ആസ് ഫെയർനെസ് കണ്ടെയ്ൻ സെവറൽ ഇമ്പോർട്ടൻറ്റ് അസംഷൻ. ജസ്റ്റിസ് ഫെയർനെസ് ആയിട്ട് കണക്കാക്കുമ്പോൾ കുറച്ച് അസംഷൻസും കാര്യങ്ങളുണ്ട്. സൊസൈറ്റി ഈസ് എ കോപ്പറേറ്റീവ് സിസ്റ്റം ഫോർ മ്യൂച്വൽ അഡ്വാൻറ്റേജസ്. സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റ് സിസ്റ്റം ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? പരസ്പരമുള്ള മ്യൂച്വൽ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട്. രണ്ടാമത്, ഇൻഡിവിജ്വൽസ് ആർ ഫ്രീ, റാഷണൽ ആൻഡ് ഈക്വൽ മോറൽ പേഴ്സൺസ്. ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഫ്രീ ആയിട്ടും റാഷണലായിട്ടും ഈക്വലി മോറൽ പേഴ്സൺ ആയിരിക്കണം. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് ഡിസ്ട്രിബ്യൂട്ട് റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫെയർലി. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് കോടതികളോ അല്ലെങ്കിൽ നിയമപരമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളോ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവരും റൈറ്റ്സും ഡ്യൂട്ടീസും ഓപ്പർച്യൂണിറ്റീസും ഫെയർലി ആയിട്ട് വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. നല്ല രീതിക്ക് വേണം ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ജസ്റ്റിസ് ടേക്സ് പ്രയോറിറ്റി ഓവർ എഫിഷ്യൻസി ഓർ യൂട്ടിലിറ്റി. എഫിഷ്യൻസിക്കും യൂട്ടിലിറ്റിക്കും മുകളിൽ ജസ്റ്റിസിനാണ് പ്രയോറിറ്റി എന്നാണ് ഇതിലെ അസംഷനായിട്ട് പറയുന്നത് റോൾസ്. റോൾസ് emphasized that fairness requires impartiality. People should formulate principles of justice without knowing whether they themselves will occupy privileged or disadvantaged positions within society. ഒരു വ്യക്തി ജസ്റ്റിസിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ വ്യക്തി അറിയാൻ പാടില്ല ആ വ്യക്തി പ്രിവിലേജ്ഡ് സെക്ഷനിലാണോ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ്ഡ് പൊസിഷനിൽ ആണോ ഉള്ളതെന്ന്. ദിസ് റിക്വയർമെൻറ്റ് ലീഡ്സ് ടു റോൾസ് ഫേമസ് കോൺസെപ്റ്റ് ഓഫ് ദ ഒറിജിനൽ പൊസിഷൻ ആൻഡ് ദ വെയിൽ ഓഫ് ഇഗ്നോറൻസ്. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഒറിജിനൽ പൊസിഷനും വെയിൽ ഓഫ് ഇഗ്നോറൻസും റോൾസിൻ്റെ കോൺസെപ്റ്റായിട്ട് ഫോർമുലേറ്റ് ചെയ്തത്. ലെറ്റ് മീ ഡിസ്കസ് ദ ഒറിജിനൽ പൊസിഷൻ. The original position is a hypothetical situation created by Rawls to determine fair principle of justice. ഫെയർ പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ് ഒറിജിനൽ പൊസിഷൻ. ഇറ്റ് റിസംബിൾസ് സോഷ്യൽ കോൺട്രാക്ട് തിയറീസ് ഓഫ് ലോക്ക്, റോസിയോ ആൻഡ് കന്ത്, ബട്ട് റോൾസ് മോഡിഫൈഡ് ദ ഐഡിയ സിഗ്നിഫിക്കൻ്റ്ലി. ഈ ഒറിജിനൽ പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ സോഷ്യൽ കോൺട്രാക്ട് തിയറീസിനായിട്ട് റിസംബിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ റോൾസ് അതിനെ ചെറുതായിട്ടൊക്കെ മോഡിഫൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇൻ ദ ഒറിജിനൽ പൊസിഷൻ rational individuals come together to choose principles that will govern society. ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന കുറച്ച് ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് കൂടിയിട്ട് സൊസൈറ്റിക്ക് വേണ്ടി കുറച്ച് പ്രിൻസിപ്പിൾസ് ചൂസ് ചെയ്യാണ്. However, these individuals are deprived of knowledge about their own personal circumstances. ഇങ്ങനെ റൂൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ചൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ്
അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നിട്ട് വേണം ഇങ്ങനൊരു പ്രിൻസിപ്പിൾസൊക്കെ ഉണ്ടാക്കാൻ. ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ഒരു പ്രിൻസിപ്പൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്ന പോലെയോ അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കുക. അതേപോലെ ഒരു പൈസയുള്ള ഒരു വ്യക്തി, ഒരു റിച്ച് ആയിട്ടുള്ളൊരു വ്യക്തി ഒരു പ്രിൻസിപ്പൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാക്സുകളൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ളൊരു നിയമമായിരിക്കും ചൂസ് ചെയ്യുക. ദേ ഡു നോട്ട് നോ വെദർ ദേ ആർ റിച്ച് ഓർ പൂർ, ടാലൻറ്റ് ഓർ അൺടാലൻറ്റഡ്, മെയിൽ ഓർ ഫീമെയിൽ. അപ്പോൾ എപ്പോഴും പ്രിൻസിപ്പിൾസ് ചൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് അവർ റിച്ച് ആണോ പുവർ ആണോ, അല്ലെങ്കിൽ ടാലൻറ്റഡ് ആണോ അൺടാലൻറ്റഡ് ആണോ, മെയിലാണോ ഫീമെയിലാണോ, മാർജിനലൈസ്ഡ് ആണോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പാണോ എന്നും അറിയാത്തൊരു വ്യക്തി ആയിരിക്കണം. The original position therefore creates condition of equality and impartiality. Since nobody knows their future social status, everyone is motivated to choose principles that protect all individuals fairly. പ്രിൻസിപ്പൾസ് ചൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഫ്യൂച്ചർ സോഷ്യൽ സ്റ്റാറ്റസ് അറിയാൻ പാടില്ല. അവരെപ്പോഴും എല്ലാ ഇൻഡിവിജ്വൽസിനും ഫെയർലി എഫക്റ്റ് ആവുന്ന പ്രിൻസിപ്പിൾസ് വേണം ചൂസ് ചെയ്യാൻ. അതിന് റോൾസ് ഒരു ഇല്ലുസ്ട്രേഷൻ പറയുന്നുണ്ട്. വെൻ 2 people divide a cake, fairness is ensured if one person cuts the cake while the other chooses the piece. Because the cutter does not know which piece they will receive, they are motivated to divide the cake equally. ഒരു കേക്ക് 2 പേര് ചേർന്ന് മുറിക്കുകയാണ്. ഒരാൾ മുറിക്കുന്നു, മറ്റേ ആൾ എടുക്കുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവിടെ ഫെയർനെസ്സും ജസ്റ്റിസും ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. കാരണം ഈ മുറിക്കുന്ന ആൾക്ക് അറിയില്ല ഏത് പീസാണ് മറ്റേ ആൾ എടുക്കാൻ പോകുന്നത് എന്ന്. ഈ മുറിക്കുന്ന ആൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഏത് കഷ്ണമാണ് ഏത് പീസാണ് എടുക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കട്ടർക്ക് ഏറ്റവും വലിപ്പമുള്ള പീസായിരിക്കും എടുക്കുക. സോ അങ്ങനെ അറിയാത്ത രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ ഫെയർനെസ് കിട്ടുന്നു എന്നാണ് റോൾസിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷനിൽ പറയുന്നത്. Similarly, individuals in the original position must choose principles that are fair to everyone because they might themselves become members of the least advantaged group in society. ഇതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ചൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസും എല്ലാ വ്യക്തികൾക്കും ഫേവർ ചെയ്യുന്ന രീതിയിൽ, എല്ലാ വ്യക്തികൾക്കും ഫെയർ ആയിട്ടുള്ള രീതിയിലുള്ള പ്രിൻസിപ്പിൾസ് വേണം ചൂസ് ചെയ്യാൻ. ആ ചൂസ് ചെയ്യുന്ന വ്യക്തി അറിയാൻ പാടില്ല അവർ ഏത് സോഷ്യൽ ഫ്യൂച്ചർ സ്റ്റാറ്റസിൽ വരുന്ന ആളാണ്, അവർ ലീസ്റ്റ് അഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പിൽ വരുന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് വേണം ഒരു പ്രിൻസിപ്പിൾ ചൂസ് ചെയ്യാൻ. നെക്സ്റ്റ് ഈസ് വെയിൽ ഓഫ് ഇഗ്നോറൻസ്. ഇറ്റ് ഈസ് എ മെക്കാനിസം ദാറ്റ് എൻഷുവേഴ്സ് ഇംപാർഷ്യാലിറ്റി ഇൻ ദ ഒറിജിനൽ പൊസിഷൻ. ഒറിജിനൽ പൊസിഷനിൽ ഇംപാർഷ്യാലിറ്റി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ വെയിൽ ഓഫ് ഇഗ്നോറൻസ്. ഈ ഒരു veil of ignorance means curtain ആണ്. Behind the veil of ignorance, individuals are unaware of personal characteristics that could bias their judgment. Veil of ignorance acts as a curtain that behind that veil of ignorance ഇൻഡിവിജ്വൽസിന് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും അറിയില്ല. അപ്പോൾ അത് കാരണം ഒരു ജഡ്ജ്മെൻറ്റിലൊന്നും ബയാസ് വരില്ല എന്നാണ് പറയുന്നത്. ദേ ഡു നോട്ട് നോ ദെയർ ക്ലാസ് ഓർ സോഷ്യൽ സ്റ്റാറ്റസ്, ദെയർ റിലീജിയൻ, കാസ്റ്റ്, ജെൻഡർ ഓർ എത്നിസിറ്റി, ദെയർ ഇൻ്റലിജൻസ്, ടാലൻറ്റ്സ് ഓർ എബിലിറ്റീസ്, ദെയർ എക്കണോമിക് പൊസിഷൻസ്, ദെയർ പേഴ്സണൽ കോൺസെപ്ഷൻസ് ഓഫ് ദ ഗുഡ് ലൈഫ്. By excluding such informations, Rawls believed that people would formulate fair and unbiased principle of justice. ഈ ഒരു ഇൻഫോർമേഷൻസ് അവരുടെ ക്ലാസ്സോ റിലീജിയനോ കാസ്റ്റോ അങ്ങനത്തെ ഒന്നും അറിയാത്ത ഒരു സ്ഥിതിയാണെങ്കിൽ റോൾ ബിലീവ് ചെയ്തത് പീപ്പിൾ വുഡ് ഫോർമുലേറ്റ് ഫെയർ ആൻഡ് അൺബയാസ്ഡ് പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്. ഒരു ഫെയർ ആയിട്ട് അൺബയാസ്ഡ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളായിരിക്കും ആ ഒരു വ്യക്തി ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. The veil of ignorance prevents individuals from designing institutions that unfairly favor their own interest. ഈ വെയിൽ ഓഫ് ഇഗ്നോറൻസ് ഉള്ളത് കൊണ്ട് ഈ ഇൻഡിവിജ്വൽസ് ഒന്നും സെൽഫിഷ് ആയിരിക്കില്ല, എപ്പോഴും ഒരു
അവർക്ക് ഫേവർ ആയിട്ടായിരിക്കില്ല ഉണ്ടാക്കുക, ഒരു നിയമം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു അൺഫെയർ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ ആയിരിക്കില്ല ചൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എ വെൽത്തി പേഴ്സൺ കുഡ് നോട്ട് ക്രിയേറ്റ് ലോസ് ബെനിഫിറ്റിംഗ് ദ റിച്ച് ബിക്കോസ് ദേ വുഡ് നോട്ട് നോ വെദർ ദേ ദംസെൽസ് വുഡ് ആക്ച്വലി ബി റിച്ച് ഇൻ ദ ഫ്യൂച്ചർ. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു വെൽത്തി പേഴ്സൺ ആൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു നിയമം, ഒരു പ്രിൻസിപ്പിൾ ചൂസ് ചെയ്യില്ല വെദർ ദേ ദംസെൽസ് വുഡ് ആക്ച്വലി ബി റിച്ച് ഇൻ ദ ഫ്യൂച്ചറിൽ ആൾ റിച്ച് ആണോ അല്ലയോ എന്ന് അറിയാത്തിടത്തോളം കാലം ആ വ്യക്തിക്ക് അനുകൂലമായൊരു പ്രിൻസിപ്പിൾ ചൂസ് ചെയ്യില്ല. റോൾസ് ആർഗ്യൂഡ് ദാറ്റ് റാഷണൽ ഇൻഡിവിജ്വൽസ് ബിഹൈൻഡ് ദ വെയിൽ ഓഫ് ഇഗ്നോറൻസ് would naturally adopt principles that secure equal liberties and protect disadvantaged groups. ഈ വ്യക്തികളൊക്കെ ഈ വെയിൽ ഓഫ് ഇഗ്നോറൻസ് ഉള്ളത് കൊണ്ട് ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സിന് ഈക്വൽ ലിബേർട്ടീസ് കിട്ടുന്ന പോലെ ഉള്ള പ്രിൻസിപ്പിളായിരിക്കും ചൂസ് ചെയ്യുക. സിൻസ് നോബഡി വിഷസ് ടു റിസ്ക് എൻഡിങ് അപ്പ് ഇൻ എ സീവിയർലി ഡിപ്രൈവ്ഡ് പൊസിഷൻ, everyone would support institutions that guarantee a minimum level of justice and welfare for all. ഒരു വ്യക്തി ഒരു നിയമം ചൂസ് ചെയ്യുമ്പോൾ, ഒരു പ്രിൻസിപ്പൾ ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായൊരു ബയാസോ അൺഫെയർനെസ്സോ കാണിക്കില്ല. കാരണം അവർക്കും കൂടെ ഒരു ജസ്റ്റിസ് വേണമല്ലോ. എന്തായാലും ഒരു മിനിമം ലെവൽ ഓഫ് ജസ്റ്റിസും വെൽഫെയറും ആ പ്രിൻസിപ്പൾ ചൂസ് ചെയ്യുന്ന വ്യക്തി ഉണ്ടാക്കിയിട്ടുണ്ടാവും.